പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭാംഗമായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിൽ മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. നാട്ടിക നിയോജക മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സ് ചടങ്ങുകൾ അലങ്കോലപ്പെട്ട സംഭവം. CC മുകുന്ദൻ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭ. പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി സ്പീക്കർ റഫർ ചെയ്തു. ഒല്ലൂർ ബോട്ട് ജെട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. കീമാൻ വടൂക്കര സ്വദേശി ഉത്തമനാണ് മരിച്ചത്. കണ്ടശാങ്കടവിൽ വ്യാപാരി വീടിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃശൂർ ഉൾപ്പെടെയുള്ള 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മാള പൊയ്യയിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴിയടക്കൽ തുടരുന്നു. പുഴയ്ക്കൽ ജംഗ്ഷൻ, ചൂണ്ടൽ, മടവഞ്ചേരി ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനത്തിലെ ആദ്യ സത്യപ്രതിജ്ഞ പ്രധാനമന്ത്രിയുടേതായിരുന്നു. തുടർന്നായിരുന്നു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ അദ്ദേഹം സഭയിൽ പ്രതിപക്ഷം മാന്യത പുലർത്തുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷം സഭയിലെത്തിയത്. സഭാ സമ്മേളനത്തിന് BJPയുടെ ഭർതൃഹരി മഹ്താബാണ് പ്രോടൈം സ്പീക്കറായിരുന്നത്. BJD അംഗമായിരുന്ന ഭർതൃഹരി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് BJPയിൽ ചേർന്നത്. അതേസമയം പ്രോടൈം സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നുവെങ്കിലും BJP അംഗത്തെ തന്നെ ചുമതലയേൽപ്പിക്കുകയായിരുന്നു. ഇതോടെ പ്രോടൈം സ്പീക്കർ പാനലിൽ നിന്നും ഇന്ത്യ സഖ്യം പിന്മാറി. सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूं उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा। ലോക്സഭാംഗമായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിൽ മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന പ്രാർത്ഥനയോടെയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിയത്. കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യത്തെ ലോക്സഭാംഗമാണ് സുരേഷ് ഗോപി. തൃശൂരിൽ നിന്ന് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചരിത്ര വിജയത്തോടെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. നാട്ടിക നിയോജക മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സ് ചടങ്ങുകൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിരുന്ന സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് CC മുകുന്ദൻ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭ. പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി സ്പീക്കർ AN ഷംസീർ റഫർ ചെയ്തു. നവകേരള സദസ്സിന്റെ ഭാഗമായി നാട്ടിക നിയോജക മണ്ഡലത്തിൽ CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ നടത്തിയത്. തുടക്കത്തിൽ തന്നെ MLAയും DYSPയും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. സംഘാടക സമിതി സ്ഥാപിച്ച ബാരിക്കേഡുകൾ പോലീസ് അനാവശ്യമായി അഴിച്ചുമാറ്റിയെന്നും
ചടങ്ങിന്റെ ദൃശ്യങ്ങൾ മനോഹരമാക്കാൻ കൊണ്ടുവന്ന ഡ്രോൺ പറത്തുന്നതിന് കളക്ടറുടെയും SP-യുടെയും അനുമതി ഉണ്ടായിട്ടും കൊടുങ്ങല്ലൂർ DYSP ആയിരുന്ന സലീഷൻ ശങ്കർ തടസ്സപ്പെടുത്തിയെന്നുമാണ് MLAയുടെ പരാതി. കുടിവെള്ള വിതരണവും ലഘുഭക്ഷണ വിതരണവും DYSP-യുടെ പ്രവൃത്തികൾ മൂലം താളം തെറ്റിയതായി MLA ആരോപിച്ചിരുന്നു. DYSP-ക്കെതിരെ ശക്തമായ വിമർശനം MLA നവകേരള സദസ്സ് നടക്കുമ്പോൾ തന്നെ വേദിയിൽ മന്ത്രിമാർ ഇരിക്കെ ഉന്നയിച്ചിരുന്നു. DYSP-യുടെ ഭാഗത്തുനിന്ന് മറ്റു പല കാര്യങ്ങളിലും വിഷമങ്ങൾ നേരിട്ടതോടെ നവകേരള സദസ്സിന്റെ ശോഭ നഷ്ടപ്പെട്ടതായി MLA സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. MLA നൽകിയ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP-ക്കും തൃശൂർ റൂറൽ SP-ക്കും 2 മാസം മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിലാണ് കൃത്യമായ അന്വേഷണം നടത്താതെ സലീഷൻ ശങ്കറിനെ അനുകൂലിച്ച് തൃശൂർ റൂറൽ SP റിപ്പോർട്ട് നൽകിയതെന്നാണ് കണ്ടെത്തൽ. DYSP ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാൽ ഇത് തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി റഫർ ചെയ്തത്. സംഘാടക സമിതി അംഗങ്ങളോട് പോലും അന്വേഷണം നടത്താതെ വ്യാജ റിപ്പോർട്ടാണ് തൃശൂർ റൂറൽ SP സമർപ്പിച്ചതെന്നും സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുമ്പോഴുണ്ടാകുന്ന വകുപ്പ് തല സ്വാധീനം ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ കേസിൽ ഉണ്ടായതെന്നും CC മുകുന്ദൻ MLAയുടെ ഓഫീസ് അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഒല്ലൂർ ബോട്ട് ജെട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. വടൂക്കര SN നഗർ ചന്ദ്രിക ലൈനിൽ താമസിക്കുന്ന 54 വയസ്സുള്ള ഉത്തമനാണ് മരിച്ചത്. ഒല്ലൂർ ഗാങ് നമ്പർ 2-ലെ കീമാൻ ഡ്യൂട്ടിക്കിടെ വേണാട് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. ട്രെയിനിന്റെ എഞ്ചിനടിയിൽ കുടുങ്ങിയ ഉത്തമൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എഞ്ചിനടിയിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തെടുക്കാനായത്. നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കണ്ടശാങ്കടവിൽ അരി വ്യാപാരി വീടിന്റെ ടെറസിൽ നിന്ന് വീണു മരിച്ചു. ഏനമാക്കൽ ട്രേഡേഴ്സ് ഉടമ അരിമ്പൂർ കൈമഠത്തിൽ അന്തോണി മകൻ 65 വയസ്സുള്ള ആന്റോ ആണ് മരിച്ചത്. ഇന്ന് രാവിലെ വീടിന്റെ ടെറസിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടി കയറിയപ്പോൾ കാൽ വഴുതി വീണതാകാമെന്നാണ് നിഗമനം. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തൃശൂർ ഉൾപ്പെടെയുള്ള 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ്. മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാലാണ് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മാളാപ്പൊയ്യയിൽ കൂട്ടുകാരോടൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പൊയ്യ കാട്ടുപറമ്പിൽ 32 വയസ്സുള്ള സുബീഷാണ് മരിച്ചത്. മത്സ്യഫാമുമായി ബന്ധപ്പെട്ട തോട്ടിൽ നിന്ന് ചെളി നീക്കം ചെയ്ത കുഴിയിലാണ് മുങ്ങിത്താഴ്ന്നത്. ഉടൻ തന്നെ സുബീഷിനെ കരയിലേക്ക് കയറ്റി കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ അടച്ചു തുടങ്ങി. പുഴയ്ക്കലിലും ചൂണ്ടൽ, മഴവഞ്ചേരി ഭാഗങ്ങളിലാണ് താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്നത്. 29 ലക്ഷം രൂപയാണ് കുഴികൾ അടയ്ക്കാൻ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം തൃശൂർ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വഴിതിരിച്ചുവിട്ടിരുന്നു. 3 ദിവസം കൊണ്ട് കുഴിയടക്കൽ തീർക്കാനാണ് നീക്കം. മഴ ഒഴിഞ്ഞു നിന്നാൽ 2 ദിവസത്തിനകം ടാറിംഗ് നടത്തും. തൃശൂർ ജില്ലയിൽ വൈറൽ പനി കൂടുന്നു. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ പനി ബാധിതരുടെ എണ്ണം 12,000 കടന്നു. ദിവസവും 1000-ഓളം പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. 2 മുതൽ 5 ദിവസം വരെയാണ് പലർക്കും പനി നീണ്ടു നിൽക്കുന്നത്. പനി മാറിയാലും ശരീരക്ഷീണം വിട്ടുമാറാൻ ദിവസങ്ങളെടുക്കുന്നുണ്ട്. ഇതിനിടെ ഡെങ്കിപ്പനി ബാധിക്കുന്നതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ജൂൺ മാസം ഇതുവരെ 104 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത്. പനിയും ഡെങ്കിപ്പനിയും വ്യാപിച്ചതോടെ വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. 2076 സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ക്ലാസുകൾ ആരംഭിച്ചത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഇത്തവണ നേരത്തെയാണ് ക്ലാസുകൾ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 5-നായിരുന്നു ക്ലാസുകൾ ആരംഭിച്ചത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. മലപ്പുറം ജില്ലയിൽ +1 സീറ്റ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിവരുന്ന സമര പ്രക്ഷോഭങ്ങൾക്കിടയിലാണ് ക്ലാസുകൾ ആരംഭിച്ചത്. വിഷയത്തിൽ തൽക്കാലം സീറ്റ് വർദ്ധിപ്പിക്കില്ലെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. തൃശൂർ ജില്ലയിൽ ഇതുവരെ മെറിറ്റ് ക്വാട്ടയിൽ 22,753 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി.
പ്രഥമ പി ചിത്ര നമ്പൂതിരിപ്പാട് സ്മാരക പുരസ്കാരം സാഹിത്യകാരൻ സി രാധാകൃഷ്ണന് സമർപ്പിക്കുമെന്ന് പത്മശ്രീ പി ചിത്ര നമ്പൂതിരിപ്പാട് സ്മൃതി കേന്ദ്ര സമിതി ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം പി ചിത്ര നമ്പൂതിരിപ്പാടിന്റെ 1ാം ചരമവാർഷിക ദിനമായ ഈ മാസം 27-ന് തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സമ്മാനിക്കും. അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും പത്മശ്രീ കലാമണ്ഡലം ഗോപി നിർവഹിക്കും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. സ്മൃതി കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡോക്ടർ MR സുരേന്ദ്രൻ, സെക്രട്ടറി N വേണുഗോപാൽ, ട്രഷറർ അഡാട്ട് വാസുദേവൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ഉച്ചഭാഷിണി വെളിച്ച സംവിധാന തൊഴിലാളി ക്ഷേമനിധി ബില്ലിന് അംഗീകാരം നൽകാത്ത സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ കേരള ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഓണേഴ്സ് ഗിൽഡ് പ്രക്ഷോഭത്തിലേക്ക്. 3 ലക്ഷത്തിലധികം ആളുകൾ ആശ്രയിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി സ്വകാര്യ ബില്ലായി TJ വിനോദ് MLA അവതരിപ്പിച്ച വെളിച്ച സംവിധാന തൊഴിലാളി ക്ഷേമനിധി ബില്ല് സംസ്ഥാന സർക്കാർ നിരാകരിച്ച സാഹചര്യത്തിലാണ് പ്രക്ഷോഭം രംഗത്തിറങ്ങാനുള്ള തീരുമാനവുമായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് മുന്നോട്ടു പോകുന്നതെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രക്ഷോഭ പരിപാടികൾക്ക് ഉടൻ ചേരുന്ന സംഘടനയുടെ സംസ്ഥാന സമിതി രൂപരേഖ തയ്യാറാക്കും. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് ജില്ലാ പ്രസിഡന്റ് റാഫി ഫിനിക്സ്, സെക്രട്ടറി ഷിജോൺ അലൻജിസ്, മറ്റ് ഭാരവാഹികളായ TG ജയേഷ്, ഷാജി മോളി, ബാബു നാദം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുരിങ്ങയ്ക്ക് വില 200 കടന്നു. 1 കിലോ മുരിങ്ങയ്ക്ക് 225 രൂപയാണ് തൃശൂർ ശക്തൻ മൊത്ത മാർക്കറ്റിലെ വില. അതേസമയം ഇന്ന് കൂടുതൽ ലോഡ് പച്ചക്കറി എത്തിയതോടെ പച്ചക്കറികളുടെ വില താഴ്ന്നു തുടങ്ങി. 100 രൂപയുണ്ടായിരുന്ന ബീൻസിന്റെ വില 20 രൂപ കുറഞ്ഞ് 80 രൂപയായി. തക്കാളിയുടെ വിലയും നേരിയ തോതിൽ കുറഞ്ഞു. ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയ്ക്ക് കിലോ 50 രൂപയും അമരയ്ക്കയ്ക്ക് 60 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത ആഴ്ചയോടെ പച്ചക്കറികൾക്ക് വില കുറയുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ബസ് സ്റ്റോപ്പ് അപകടാവസ്ഥയിൽ. കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് പുലർച്ചെയാണ് വാഹനമിടിച്ച് ബസ് സ്റ്റോപ്പിന്റെ ഭിത്തി തകർന്നത്. സംഭവ സമയത്ത് ബസ് സ്റ്റോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തകർന്നിരുന്നു. തകർന്ന ബസ് സ്റ്റോപ്പ് ഇതുവരെയും പുനർനിർമ്മിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളും മറ്റ് ബസ് യാത്രക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോഴും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നത്. പെൻഷൻ ആവുന്നതോടെ ജീവിതം അവസാനിക്കുന്നില്ലെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ കേരള സ്റ്റേറ്റ് പോലീസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കേഡർ പോലീസുകാർ പരമാവധി പ്രവർത്തിക്കുന്നവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. JB മേത്തർ MP അധ്യക്ഷത വഹിച്ചു. മുൻ DGP ഋഷിരാജ് സിംഗ്, സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ നായർ, സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ തുടങ്ങിയവരും സംസാരിച്ചു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ റീടയർ ചെയ്ത് വീണ്ടും കൂടെ ഓടിക്കുകയാണ്. നന്നായി ഓടാനുണ്ട്. എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത്, ഞാനവിടെ ഈ ഗവർണർ എന്നുള്ള നിലയിൽ, ചാൻസലർ എന്നുള്ള നിലയിൽ 50 സർവകലാശാലകൾ എനിക്ക് കൈകാര്യം ചെയ്തതായിട്ടുണ്ട്. ചാൻസലർ എന്ന പദവിയിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ പറ്റൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുവരെ വൈസ് ചാൻസലർമാരായിട്ട് ഇന്റർവ്യൂ വൈസ് ചാൻസലേഴ്സ് യോഗ്യരായ ആരെയും മിൽമ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് മിൽമ ജീവനക്കാർ 2 ദിവസം മുൻപ് സമരം പ്രഖ്യാപിച്ചത്. ജീവനക്കാരുടെ സംഘടനാ നേതാക്കളുമായി അഡീഷണൽ ലേബർ കമ്മീഷണർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഏനാമാവ് പുഴയിലും കനോലി കനാലിലും ചണ്ടിയും കുളവാഴയും നിറഞ്ഞതോടെ തീരദേശ മേഖലയിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. ഏനാമാവ് റെഗുലേറ്റർ വഴിയാണ് ചണ്ടിയും കുളവാഴയും മാലിന്യങ്ങളും ഒഴുകിയെത്തിയത്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ 1 മാസമായി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. തൊഴിലാളികൾ പുഴയിൽ വല വിരിച്ചാൽ മാലിന്യങ്ങളാണ് കുടുങ്ങുന്നത്. ഏനാമാക്കൽ റെഗുലേറ്റർ മുതൽ ചേറ്റുവ അഴിമുഖം വരെയുള്ള 500ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇത് കാരണം ദുരിതത്തിലായത്. പുഴയിലെ വലിയ മരങ്ങൾ എടുത്തുമാറ്റാൻ നടപടികൾ വേണമെന്നും പുഴയിലേക്ക് കോൾ മേഖലയിൽ നിന്ന് ചണ്ടിയും കുളവാഴയും ഇറിഗേഷൻ വകുപ്പിന്റെ കരാറുകാർ തള്ളുന്നത് തടയണമെന്നും മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് KV മനോഹരൻ ആവശ്യപ്പെട്ടു. ചണ്ടിയും കുളവാഴയാണ് ഈ കാണുന്നത്.
മത്സ്യത്തൊഴിലാളികൾ, ഈ കാണുന്ന മത്സ്യത്തൊഴിലാളികൾ വഞ്ചിയും വലയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയാണ്. തൊഴിൽ വരെ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തു നിന്നുള്ള മരങ്ങൾ വെള്ളത്തിൽ വീണ്ട്, പുഴയിൽ വീണ്ട്, അതിൽ വല ഉടക്കി വല നൂറുകണക്കിന് വലകൾ കേടായ ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളി യൂണിയനു വേണ്ടി ഒരു പരാതി ഇപ്പോൾ ഇമെയിലിൽ അയച്ചിട്ടുണ്ട്. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നുള്ള പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. പൂരങ്ങൾ നാടിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന കൂടിച്ചേരലുകളാണെന്ന് പ്രശസ്ത കഥകളി ആചാര്യനും കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ കലാമണ്ഡലം കൃഷ്ണകുമാർ പറഞ്ഞു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ സോവനീർ സ്മരണിക പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കേളത്ത് ശാന്തകുമാർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഉത്രാളിപ്പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി PN വൈശാഖ്, വർക്കിംഗ് പ്രസിഡന്റ് K സതീഷ് കുമാർ, ട്രഷറർ പ്രശാന്ത് പുഴങ്കര, ജനറൽ കൺവീനർ PK രാജേഷ്, എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് TP ഗിരീശൻ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന 14 വയസ്സുകാരന് എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ ധനസഹായം കൈമാറി. വേലൂർ കിരാലൂർ സ്വദേശി അനുദേവ് കൃഷ്ണയുടെ ചികിത്സാ ചെലവിനായി സ്വരൂപിച്ച 2,30,000 രൂപയാണ് കൈമാറിയത്. എരുമപ്പെട്ടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവാക്കൾ ബിരിയാണി ചലഞ്ച് നടത്തിയാണ് തുക സമാഹരിച്ചത്. സദുദ്ഗമനത്തിനായി പ്രദേശത്തെ വ്യക്തികളും വ്യാപാരികളും ഉൾപ്പെടെ നിരവധി പേർ പണവും ആവശ്യമായ അരിയും പലവ്യഞ്ജനങ്ങളും സ്പോൺസർ ചെയ്തിരുന്നു. ഒരു പാക്കറ്റിന് 100 രൂപ നിരക്കിൽ 2000-ലധികം ബിരിയാണി പാക്കറ്റുകളാണ് വിറ്റഴിച്ചത്. ചിലവിലേക്കുള്ള പണം പോലും എടുക്കാതെ ലഭിച്ച മുഴുവൻ തുകയും കുടുംബത്തിന് കൈമാറി. വാട്സാപ്പ് കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ജോയ്സൺ പുലിക്കോട്ടിൽ, കണ്ണൻ, ശിവൻ, അമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാ സ്ഥലത്തെ ആൾക്കാരായാലും എല്ലാവരും ഞങ്ങളൊപ്പം അത്രയും സഹായിച്ചു. അപ്പൊ 2,30,000 രൂപ ഇതിലുണ്ട്. അപ്പൊ അവർക്ക് നമ്മള് അത്ര നമുക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ വളരെ സന്തോഷം. എന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും സന്തോഷം. എല്ലാ നാട്ടിലുള്ള ആൾക്കാരോടും എല്ലാവരും ഇതിന്റെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും നന്ദി പറയാണ്. പുതിയ കാലത്ത് വായനയെ ഫാസിസം വഴിതിരിച്ചുവിടുകയാണെന്ന് നോവലിസ്റ്റ് മുരളി എസ് കുമാർ അഭിപ്രായപ്പെട്ടു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദി വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിൽ നടത്തിയ വായനയുടെ അനുഭൂതി എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ പല സാഹിത്യകൃതികളെയും തെറ്റായി വായിക്കുന്നുവെന്നും മനുഷ്യർക്കിടയിൽ മാനവികതയും ഐക്യവും വളർത്താനായിരിക്കണം വായനയെ പ്രയോജനപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് അധ്യക്ഷത വഹിച്ചു. SSLC +2 വിജയികൾക്കുള്ള ഉപഹാരം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി വിതരണം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ ഷഹന ഫാസിൽ, പ്രഭിത പ്രകാശ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഇടം സെക്രട്ടറി KP ജയൻ, സ്കൂൾ പ്രധാനാധ്യാപിക PR വിജയശ്രീ, അബ്ബാസ് വെള്ളറക്കാട് എന്നിവർ സംസാരിച്ചു. ഒരു വാക്കുപോലും അവരെഴുതി പോയിട്ടില്ല. വായന സംസ്കാരം എന്ന് പറയുന്ന വാക്കുപയോഗിച്ച് മനുഷ്യരെ തിരിച്ചു നടത്തുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ലഭിച്ച ഹംസ വളാഞ്ചേരിയെ ആദരിച്ചു. CPIM അടാട്ട് ഉടലക്കാവ് സെന്റർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരണം സംഘടിപ്പിച്ചത്. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, വാർഡ് മെമ്പർ മിനി സൈമൺ, അടാട്ട് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോൺസൺ, CPM ബ്രാഞ്ച് സെക്രട്ടറി KK അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. പ്രതിഷേധ സമരം BJP എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി അധ്യക്ഷത വഹിച്ചു. മുരളി വടക്കൂട്ട്, സോമൻ കളരിക്കൽ, ജോൺസൺ അന്തിക്കാട് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പിഞ്ചുകുട്ടികൾക്ക് വരെ സ്കൂളിലേക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഈ റോഡ് തരിപ്പണായി കിടക്കുന്നത്. ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും എടുക്കാൻ ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ ബ്ലോക്ക് മെമ്പറും ജനപ്രതിനിധികൾ യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലുകളും ഇതിൽ നടത്തുന്നില്ല.
ചേലക്കര ബൈപ്പാസിന്റെ സാമൂഹിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട പൊതുചർച്ച നടന്നു. തോന്നൂർക്കര, ചേലക്കര, വെങ്ങാനല്ലൂർ എന്നീ വില്ലേജുകളിൽ ബൈപ്പാസ് വരുന്നിടത്ത് സ്ഥലമുള്ള ആളുകളാണ് പൊതുചർച്ചയിൽ പങ്കെടുത്തത്. തോന്നൂർക്കരയിൽ നിന്നും ആരംഭിച്ച് നാട്യം ചിറയിലേക്ക് കയറുന്ന തരത്തിലാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക. 3 വില്ലേജുകളിൽ നിന്നായി 11 ഹെക്ടർ ഭൂമി ബൈപ്പാസിന്റെ നിർമ്മാണത്തിനായി വേണമെന്നാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്തിമ റിപ്പോർട്ടിന് ശേഷം സർക്കാർ വിദഗ്ധ സമിതിയെ നിയമിച്ച ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. സർക്കാർ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചും വിൽപ്പനയും ഭൂമിക്ക് ലഭിക്കുന്ന തുകയും ആളുകളുടെ സംശയ നിവാരണം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് യോഗത്തിൽ ചർച്ച നടത്തിയത്. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ നടന്ന വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി അനുസ്മരണം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഷിർദിസായി സേവാ മഠം പബ്ലിക് റിലേഷൻ ഓഫീസർ മോഹൻദാസ് പണിക്കർ, GNSS സംസ്ഥാന സെക്രട്ടറി മധു K നായർ, രാമനാഥൻ നട്ടിശ്ശേരി, K മോഹനകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനും സാമൂഹ്യ സാംസ്കാരിക പത്രപ്രവർത്തകനുമായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരത്തിന് KC ശിവദാസനെ തെരഞ്ഞെടുത്തു. ട്രസ്റ്റ് അംഗം AP മുഹമ്മദ് ഉണ്ണിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച സഹകാരിക്കുള്ള അവാർഡിന് ചെറുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P മാധവനും ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് പാലിയത്ത് ചിന്നപ്പന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് CL ജേക്കബും അർഹനായി. ഈ മാസം 27-ന് ഗുരുവായൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വീട് കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 8.5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും വടക്കേക്കാട് തിരുവളയനൂർ കാടാമ്പുള്ളി സ്വദേശി മടപ്പാട്ട് കിഷോർ പുന്നിയൂർ താഴത്തേയിൽ അലി അക്ബർ എന്നിവർക്കെതിരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി 8.5 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചത്. വടക്കേക്കാട് കടാമ്പുള്ളി സ്വദേശി അച്ചാരത്ത് വീട്ടിൽ ശിവനെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ വിധിച്ചത്. 2018 ഓഗസ്റ്റ് 2-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. തൃശൂരിൽ നടന്ന 23ാമത് വുഷു ചാമ്പ്യൻഷിപ്പിൽ ജവഹർ ബാലഭവന് നേട്ടം. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ബാലഭവനിലെ വിദ്യാർത്ഥികളായ സനോ ബിജു, അനൈന ബിനോയ്, വിഷ്ണുദാസ്, അൽന കേദറിൻ ജോയ്, ആദിത്യൻ K ധനൻ, സാമുവൽ സേവ്യർ തുടങ്ങിയവർ മെഡലുകൾ കരസ്ഥമാക്കി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന യൂണിറ്റ് കത്തോലിക്ക കോൺഗ്രസിന്റെ വാർഷികവും വിശുദ്ധ തോമസ് മോറിന്റെ തിരുനാളും ആഘോഷിച്ചു. വികാരി ഫാദർ ജേസൺ കരിപ്പായി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. ഫാദർ സിബിൻ വാഴപ്പള്ളി, വർഗീസ് തൊമ്മാന, ജോയ് ചെമ്പകശ്ശേരി, ജോസ് കോച്ചേക്കാടൻ, വർഗീസ് കണ്ണമ്പിള്ളി, ജോളി തരൂക്കര തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഞാറ്റുവേല ചന്തയുടെ വടക്കാഞ്ചേരി നഗരസഭാതല ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. വടക്കാഞ്ചേരി കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PG സുജിത്, വൈസ് ചെയർമാൻ ഷീല മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR അനൂപ് കിഷോർ, CV മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കരിക്കുന്ന കാര്യത്തില് അയ്യങ്കാളി തൊഴിലുറപ്പ് പിന്നെ പദ്ധതിക്കകത്തുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ഒരു കർഷക ഗ്രാമം എന്ന നിലയ്ക്ക് നമ്മുടെ നഗരപ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി കൊടകര പാറക്കോട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജേസൺ പാറക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മതബോധന പ്രധാനാധ്യാപകൻ CP ജോബി അധ്യക്ഷത വഹിച്ചു. സിമി ജോബ്, ജൂലി ബാബു, റീമ ജോണി, ഷിജി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TN അജയകുമാർ അധ്യക്ഷനായി. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുനൻ തുടങ്ങിയവർ സംസാരിച്ചു. നല്ല മികവ് കാണിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് അതിനുള്ള സൗകര്യം സഹായവും നൽകുക എന്ന അർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനം നിരവധിയായിട്ട് ഭയപ്പെടുത്തിയാൽ അതിനുള്ള വായ്പ കൊടുക്കുക, ചിലപ്പോൾ ചില കൂടി നടത്തുക ഒക്കെ ഉണ്ട്. ഒരു ബാങ്ക് എന്ന് പറയുന്നത് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ നിരവധി വൈവിധ്യമാർന്നുള്ള പരിപാടികൾ നടപ്പാക്കുകയാണ്. ഒരു വിലക്കയറ്റ് വരുമ്പോൾ അവർക്ക് ബാങ്കുകൾക്ക് അവരുടേതായിട്ടുള്ള സ്റ്റോറുകൾ ആരംഭിക്കാൻ ശ്രമിക്കും. മുസ്ലിം ലീഗ് മദ്ദിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഷ്റഫ് മംഗലംപുള്ളി അധ്യക്ഷത വഹിച്ചു. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ്, ജനറൽ സെക്രട്ടറി KM ഷാനിർ, വാർഡ് മെമ്പർ KK സഗീർ, ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഗുരുവായൂർ നഗരസഭ 31 വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൌരന്മാരെയും കർഷകരെയും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. SN സഹദേവൻ, PA സജീവൻ, AT ഹംസ, ജോസ് വടക്കൂട്ട്, ഹിമ ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് SSLC പാസ്സാവാത്ത ആളുകളാണെങ്കിൽ ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ കീഴിലുള്ള വായനശാലകളിലെ ലൈബ്രറിയന്മാർക്കായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിശീലന പരിപാടി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനാഥൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് I ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സമിതി അംഗം UK പ്രഭാകരൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK ഹാരി, ഫാബി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CD പോൾസൺ, ജില്ലാ കൌൺസിൽ അംഗം KN ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി മേഖലയിലെ 10ഓളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സ്നേഹ സമ്മാനം കൈമാറി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ MK സൈമൺ പഠന സ്നേഹ സമ്മാന ഫണ്ട് ഏറ്റുവാങ്ങി. ജില്ലാ വൈസ് ഗവർണർ T ജയകൃഷ്ണൻ സേവന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ PA ബിനോയ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ ലിജു ജോർജ് കുട്ടി, CJ ജോബി, VJ തോമസ്, TT ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി വടൂക്കര സന്മാർഗദീപം ഗ്രാമീണ വായനശാല യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. ചെറുതുരുത്തി പഞ്ചകർമ്മ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് തിലകൻ കൈപ്പുഴ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ നേതൃസമിതി കൺവീനർ PP ഡേവിസ്, യോഗ ട്രെയിനർ ജിഷ രാജു, സെക്രട്ടറി TK സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഭക്ഷ്യമേള ഒരുക്കി. 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പുസ്തകത്തിലെ 1ാം പാഠത്തെ അടിസ്ഥാനമാക്കിയാണ് കുട്ടികൾ നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തി ഭക്ഷ്യമേള ഒരുക്കിയത്. പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, B ബിജു, TS ഷെനുമോൾ, മിലി ആന്റണി എന്നിവർ നേതൃത്വം നൽകി.
NSS ഡയറക്ടർ ബോർഡിലേക്ക് തെരഞ്ഞെടുത്ത തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേശിന് മുണ്ടത്തിക്കോട് NSS കരയോഗം വനിതാ സമാജം സ്വീകരണം നൽകി. കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വനിതാ സമാജം പ്രസിഡന്റ് ലത ജയരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജശ്രീ സുഗുണൻ, അഞ്ജലി ദേവി, കരയോഗം സെക്രട്ടറി A. സുധീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3633 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭാംഗമായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിൽ മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. നാട്ടിക നിയോജക മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സ് ചടങ്ങുകൾ അലങ്കോലപ്പെട്ട സംഭവം. CC മുകുന്ദൻ MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭ. പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി സ്പീക്കർ റഫർ ചെയ്തു. ഒല്ലൂർ ബോട്ട് ജെട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. കീമാൻ വടൂക്കര സ്വദേശി ഉത്തമനാണ് മരിച്ചത്. കണ്ടശാങ്കടവിൽ വ്യാപാരി വീടിന്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃശൂർ ഉൾപ്പെടെയുള്ള 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മാള പൊയ്യയിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴിയടക്കൽ തുടരുന്നു. പുഴയ്ക്കൽ ജംഗ്ഷൻ, ചൂണ്ടൽ, മഴവഞ്ചേരി ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.